അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറെ അജബുകൾ നിറഞ്ഞ സഫർ മാസത്തിൽ ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പകലിലാണ് നാം ഉള്ളത്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി കാത്തിരിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനെ കേട്ട് പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്നവർ, അങ്ങനെ തുടങ്ങി മുഴുവൻ ആളുകൾക്കും അല്ലാഹ് എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലൊരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാനും ഖബറിലേക്ക് പോകാനും അള്ളാഹു നമുക്കൊക്കെ വലിയ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച പകൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുന്നാളാണ് അല്ലേ? പാവപ്പെട്ടവർ അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ, ഹജ്ജിന്റെ പ്രതിഫലമുള്ള ഒരു പെരുന്നാളിന്റെ പ്രതീതിയുള്ള ഏറെ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ മനിത തലങ്ങളിൽ അൽഹംദുലില്ലാ സ്വലാത്തിന്റെ പേമാരി പെയ്യുന്ന, പ്രവാചകനുരാഗത്തിന്റെ കുളിരല വിധാനിക്കുന്ന, ഏറ്റവും നല്ല സുന്ദരമായ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകൽ. സ്വലാത്ത് കൊണ്ട് മദീന മുഖരിതമാകുന്ന, പ്രവാചകനുരാഗയുടെ ചുണ്ടിലും കൽബിലും നാവിലുമെല്ലാം സ്വലാത്ത് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. സ്വലാത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലേ? നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കയുണ്ട്, ഇതെല്ലാം ശരി തന്നെ. നാളെ പടച്ചവന്റെ പരലോകത്തിൽ വരുമ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞവർ, ഫസാദ് പറഞ്ഞവർ, ഗീബത്ത് പറഞ്ഞവർ, അങ്ങനെ പറഞ്ഞവർക്കെല്ലാം നമ്മുടെ നിസ്കാരം കൊടുക്കും, നോമ്പ് കൊടുക്കും, സ്വതക്ക കൊടുക്കും, എല്ലാം കൊടുക്കും. സ്വലാത്ത് കൊടുക്കൂല. സ്വലാത്ത് മാത്രം അത് നമുക്കുള്ളതാണ്. അതിനെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്താൽ, ഒരാളെ നിസ്കരിച്ചു, ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് അറിയിക്കാൻ, അവന്റെ നിസ്കാരം ചുരുട്ടി വദരിബൂ ബിഹാദൽ വജ്ഹിൽ സ്വാഹിബിക, അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. ഒരാൾ സ്വലാത്ത് ചൊല്ലി, ഞാൻ വലിയ സ്വലാത്തുള്ള ചൊല്ലി ആളാണെന്നറിയാം, അവന് പ്രതിഫലം ഉണ്ടെന്നാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓരോ സ്വലാത്ത് നമ്മൾ പരിചയപ്പെടുകയാണ്. ഇന്ന് നമ്മളൊരു സ്വലാത്ത് പരിചയപ്പെടുകയാണ്. ഏതാണ് സ്വലാത്ത്? ആ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ള നേട്ടം, ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കിയാൽ മുത്ത് നബി തങ്ങളുടെ കുടുംബം നമ്മളെ സ്നേഹിക്കും. അഹ്ലു ബൈത്ത് അതൊരു വല്ലാത്ത പവറാണ്. നിബിതങ്ങൾ പറഞ്ഞു, അദ്ദിബു ഔലാദക്കും സലാസ ഹിസാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ 3 കാര്യങ്ങൾ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കൾ എഞ്ചിനീയർ ആവട്ടെ, ഡോക്ടർ ആകട്ടെ, IAS കാരനാകട്ടെ, IPS കാരനാകട്ടെ, ആരും ആയിക്കോട്ടെ, അതിലൊന്നും ദീനിനെതിരില്ല, അതൊന്നും പ്രശ്നമില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹമില്ല മക്കളെ എന്താക്കണമെന്ന്. നിബിതങ്ങൾ പറഞ്ഞത് അദ്ദിബു ഔലാദക്കും, മാതാപിതാക്കളുടെ മേൽ മക്കൾക്ക് നിർബന്ധമുണ്ട്. മാതാപിതാക്കൾക്ക് മേൽ നിർബന്ധമാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ 3 കാര്യങ്ങൾ. ഒന്ന്, തങ്ങൾ പറയും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാൻ അറിയുന്ന ഡോക്ടർമാർ വരട്ടെ, ഖുർആൻ ഓതാൻ അറിയുന്ന എഞ്ചിനീയർമാർ വരട്ടെ, നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി യാസീൻ ഓതാനെങ്കിലും അറിയുന്ന IAS കാരും IPS കാരും വരട്ടെ, പ്രശ്നമില്ല. അപ്പൊ ഒന്നാമത്തെ ഖുർആൻ പഠിപ്പിക്കുക. രണ്ടാമത്തെ ഹുബ്ബുൻ നബി, പ്രവാചക സ്നേഹം പഠിപ്പിച്ചു കൊടുക്കുക. മൂന്നാമത്തെ ഹുബ്ബു അഹ്ലിൽ ബൈത്ത്, പ്രവാചക കുടുംബത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഈ കുടുംബം മുഴുവൻ നബി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലൂടെ കടന്നുപോയ ആ ഒരു തലമുറ നമ്മളെ സ്നേഹിക്കാൻ, ഇങ്ങോട്ട് വന്ന് സ്നേഹിക്കുന്നതാണ്. നാളെ നമ്മളെ പരലോകത്ത് തെരഞ്ഞു പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും ഈ സ്വലാത്ത് പതിവാക്കിയാൽ. ഒന്നാമത് നേട്ടം അതാണ്. 2, നിബിധങ്ങൾ പറഞ്ഞു വജബത്ത് ലഹു ഷഫാഅത്തി, അവൻ എൻ്റെ ഷഫാഅത്ത് നിർബന്ധമായി, ഒരു പ്രശ്നം പേടിക്കണ്ട, ഉറപ്പിച്ചു വെച്ചോ. മൂന്നാമത്തത് 70,000 മലക്കുകളുടെ ദുആ നിങ്ങൾക്ക് ലഭിക്കാം. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവാം. 70,000 മലക്കുകളുടെ ദുആ നമുക്ക് ലഭിക്കും. നമ്മുടെ മക്കൾ നമുക്ക് ദുആ ചെയ്യുമെന്നറിയില്ല, ഭാര്യ ദുആ ചെയ്യുമെന്നറിയില്ല, ഭർത്താവ് ദുആ ചെയ്യുമെന്നറിയില്ല, കുടുംബക്കാർ ദുആ ചെയ്യും, ഒരാൾക്കും ഒരു ഉറപ്പില്ല. എന്നാ പഠിച്ചു വെച്ചോ, 70,000 മലക്ക് നമുക്ക് വേണ്ടി ദ്വാരക്കാണ്. നാലാമത്തത്, എല്ലാ പ്രയാസങ്ങളും മാറും, എല്ലാ ബുദ്ധിമുട്ടുകളും മാറും, എല്ലാ ഇടങ്ങേറുകളും മാറും, അള്ളാഹു നമ്മളെ സഹായിക്കും. അഞ്ചാമത്തത്, കൽബിൽ ഈമാൻ വർദ്ധിക്കും. ഈമാനാണ് നമുക്ക് വേണ്ടത്. ഈമാൻ വേണമല്ലോ, ഈമാനോടെ മരിക്കാൻ ഭാഗ്യം തരട്ടെ. ഈമാൻ കൽബിൽ അള്ളാഹ് വർദ്ധിപ്പിക്കും. ആറാമത്തത്, അള്ളാഹിന്റെ പൊരുത്തം ഉണ്ടാകും. ഏഴാമത്തത്, ഈമാനോടെ മരിക്കാൻ കഴിയുമെന്നാണ്. ആ ഈമാനോടെ മരിക്കാനും കഴിയുമെന്നാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് തരട്ടെ. ഈ 7 നേട്ടങ്ങൾ ഏതാണ്? ആ സ്വലാത്ത്, അതും കൂടി പഠിക്കണ്ടേ. ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലി കിട്ടുന്ന നേട്ടങ്ങൾ ഇത്രയുണ്ടെങ്കിൽ സ്വലാത്തിന്റെ പവർ ഒന്ന് മനസ്സിലാക്കണം. ഏതാണ് സ്വലാത്ത്? അതാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അത് നോക്കി പഠിക്കുക, എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഏതാണത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയ്യി വ അസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വ ദുർരിയതിഹി കമാ
സല്ലൈത അലാ ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയ്യി വഅസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വദുരിയതിഹി കമാ സല്ലൈത അലാ ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഈ സ്വലാത്ത് പതിവാക്കണം. ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഇടുന്ന നേട്ടം വമ്പൻ നേട്ടമെന്ന് നമ്മൾ പറഞ്ഞത്. അള്ളാഹിന്റെ റസൂലിന്റെ ഷഫാഅത്ത് നിർബന്ധമാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, മറന്നു പോകരുത്. നമ്മൾ എന്ത് ചെയ്യുക? സൂറത്തുൽ കഹ്ഫ് ഓതുക, ഒരു യാസീൻ ഓതുക, അതുപോലെ അറിയാവുന്ന സ്വലാത്ത് ഏതെങ്കിലും ഒരു സ്വലാത്ത് 300 എണ്ണം ഇത് തന്നെ ചൊല്ലാം. ഒരു 300 എണ്ണം നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച പകൽ ചൊല്ലി തീർക്കുക. അത് വലിയ പ്രതിഫലമാണ്. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെച്ച് കുളിക്കുക. ജുമാഅയുടെ സുന്നത്ത് കുളിക്കും നിയ്യത്ത് വെക്കുക. സുഗന്ധം പൂശുക, നല്ല വസ്ത്രം ധരിക്കുക, പള്ളിയിലേക്ക് നേരത്തെ പുരുഷന്മാർ പോവുക, ഉമ്മമാര് നേരത്തെ മുസല്ലയിലേക്ക് വരിക. അതോടൊപ്പം പരിശുദ്ധമായ ഖബർ സിയാറത്ത് ഉപ്പമാരെ സഹോദരങ്ങൾ ചെയ്യുക, നഖം വെട്ടുക, കക്ഷരോമം പഠിക്കുക, നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്യുക, സ്വതക്ക അധികരിപ്പിക്കുക. ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ പ്രത്യേക സുന്നത്തുകളാണ്. കൂടാതെ വെള്ളിയാഴ്ച അസ്ർ നമസ്കാരം കഴിഞ്ഞ് ഈ സ്വലാത്ത് ഏതാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം തസ്ലീമാ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം തസ്ലീമാ. 80 വട്ടം അസ്ർ കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലിയ നിങ്ങൾക്ക് 80 വർഷത്തെ പാപം അല്ലാഹു പുറത്തു വരുമെന്നാണ്. ആലോചിച്ച് നോക്കി. 80 വർഷത്തെ പാപം. നമ്മൾ 50 വയസ്സ് വരെ ജീവിക്കുന്ന എന്താ ഉറപ്പ്? ഇനി 60 വയസ്സ് വരെ ജീവിക്കുന്ന എന്താ ഉറപ്പ്? അങ്ങനെ ജീവിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് എന്താ ഉറപ്പ്? കിടന്ന കിടപ്പിലാണെന്ന് അറിയില്ല, അത് കാക്കട്ടെ. എന്നാൽ ഈ 80 വർഷത്തെ പാപം അന്ന് പുറത്തു വരും. ഈ ഒരു 80 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ. കൂടാതെ ഈ പറയുന്ന ബൈത്ത് ഏതാണത്? ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി. ഇത് വെള്ളിയാഴ്ച മാത്രമല്ല കേട്ടോ, എപ്പോഴും ചൊല്ലാം. ഏത് നിസ്കാര ശേഷവും ഏത് ദുആക്കും ഇത് നമ്മൾ പതിവാക്കണം. അടുക്കള നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചൊല്ലിക്കോളി ഉമ്മമാരെ. ഇത് ഈ 4 വരി ബൈത്ത് ഉമർ തങ്ങൾ പതിവാക്കിയിരുന്നു, സിദ്ദീഖ് തങ്ങൾ പതിവാക്കിയിരുന്നു. അത് പതിവാക്കിയത് കൊണ്ട് അവർക്ക് ഷഹാദത്തിന്റെ പദവി കിട്ടി. അവർക്ക് അല്ലാഹു നല്ല മരണം കൊടുത്തു, സ്വർഗം കൊടുത്തു. നമുക്കും നല്ല മരണം കിട്ടാൻ, തൗബയോടുകൂടി മരിക്കാൻ, അള്ളാന്റെ സ്വർഗം കിട്ടാൻ ഈ ബൈത്ത് പഠിച്ചു വെച്ചോ, പതിവാക്കിക്കോ. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവിലും പകലും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭാഗ്യം തരട്ടെ. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഈ മനോഹരമായ അറിവുകൾക്കായി നിങ്ങൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു ചാനൽ നമുക്കുണ്ട്. ആ ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ബദറിൻ തീരം ആത്മീയ മജ്‌ലിസ്, ഇതിൽ 2 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് മഹാന്മാരുടെ ജീവിത ചരിത്രം കുറഞ്ഞ സമയത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കഥ പറച്ചിലാണ്, കഥാചരിത്ര അവതരണമാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന് പറയുന്ന ഒരു ചാനൽ. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ദുആരക്കണം. നിങ്ങളൊക്കെ വേണ്ടി എപ്പോഴും ദുആരൊക്കെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസീയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം ദുആ വസീയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.